അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ചായ തിളയ്ക്കാൻ വയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ സ്നാക്സ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി 2 റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ചെറുപഴം എടുക്കാം, പൂവമ്പഴം എടുക്കാം, അങ്ങനെ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇത് നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഒരു മാഷർ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ മാഷർ വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്തേ. അപ്പോൾ പഴം നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഈ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങ ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി. അതിൻ്റെ പച്ച പാലിൻ്റെ മണം ഒന്ന് മാറി കിട്ടണം, അത്രയേ വേണ്ടൂ. ഒന്ന് സോട്ടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഇതുപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാമേ. ഇനി വേണ്ടത് നമുക്കൊരു 4 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ. അത് നമുക്കൊരു ജാറിലേക്ക് ഒന്ന് പിന്നിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സോട്ട് ചെയ്ത തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കൊച്ചു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്ര മതി. ഫൈനായിട്ട് അങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു തരിതരിപ്പോട് കൂടി പൊടിച്ചെടുത്താൽ മതി. അപ്പം ഞാനിതിൽ പഞ്ചസാര ചേർത്തിട്ടില്ലേ. ഇനി നമുക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് ഈ ബാറ്ററി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച ഏലക്ക പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ കുരു ആണെങ്കിൽ ഒരു 6-7 ഏലക്കയുടെ കുരു ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ടേസ്റ്റിന് വേണ്ടി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ആദ്യം ഇളക്കി കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് സ്പൂൺ മാറ്റിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. മൂന്നും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതിൽ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തെടുക്കാം. കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ 1 ടീസ്പൂണോ പഞ്ചസാര ചേർക്കാം. ഇതിൽ ആൾറെഡി പഴത്തിലും ബ്രെഡിലും ഒക്കെ മധുരം ഉണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലാക്കി ബോളുകളാക്കി പിടിച്ചെടുക്കാം. ഇതുപോലെ കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ബോളാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. നമ്മുടെ ചായക്ക് അടുപ്പിൽ വെക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. കുറേ ചേരുവകളൊന്നും വേണ്ട. വേറെ 3 ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ബാറ്റർ മൊത്തം ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ടേ. എല്ലാ ഉരുളകളും ഒരേ വലുപ്പത്തിലാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. പരത്തിയെടുക്കാം, ഇതുപോലെ ബോളാക്കിയെടുക്കാം, നല്ല ഇത് ഉരുട്ടിയെടുക്കാം. അങ്ങനെ പല രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് വാട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി കൂടി നല്ല ടേസ്റ്റായിരിക്കും. ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ബോളുകൾ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം മൊത്തത്തിൽ ഒരു സ്റ്റെപ്പായിട്ടാണ് ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഇതിൻ്റെ മീതെ ഒന്ന് മൊരിച്ചെടുക്കണം, ഇത്രേ വേണ്ടൂ. അപ്പോൾ എണ്ണ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഈ പാനൊക്കെ ഒന്ന് ചരിച്ചൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു 3 സെക്കൻഡൊക്കെ ആകുമ്പോൾ ഓരോ പുറവും ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം 2 പുറവും മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഒന്ന് ചരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം.
വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ചായക്ക് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ദാ ഇതുപോലെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായി കിട്ടണം. ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ചെറിയ പുളിപ്പും മധുരവും ഒക്കെ കാണും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് പഴത്തിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെച്ച് ഞാൻ എല്ലാ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടേ. ഇത്ര മതി. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. പഴത്തിൻ്റെയൊക്കെ മണം നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാകും. കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാകും. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ അളവാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സാധനങ്ങളുടെയൊക്കെ അളവൊക്കെ കൂട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴവും ബ്രെഡും തേങ്ങയും വെച്ചുകൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനൊന്നെടുത്ത് പുലർന്ന് കാണിച്ചു തരാം. പുറമേ നമ്മൾ നന്നായിട്ട് മുരിച്ചെടുക്കുന്നത് കൊണ്ട് പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ് കേട്ടോ. കണ്ടില്ലേ? ആ ചെറിയ പഴത്തിൻ്റെ പുളിപ്പും ബ്രെഡിൻ്റെ മധുരവും തേങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസുകളും നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്